അടുത്ത് വരുന്നത് നമുക്ക് ഒരു ചന്തേരിയും സിൽക്കും കൂടെയൊക്കെ ബ്ലെൻഡ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു മെറ്റീരിയലാട്ടോ. നല്ല സൂപ്പർ ക്യൂട്ട് മെറ്റീരിയലാണ്. ചന്തേരി സിൽക്കിൻ്റെ മെറ്റീരിയലിനേക്കാൾ ഒരു അല്പം കൂടെ തിക്നെസ് ഉള്ള അല്പം സിൽക്കും കൂടെ മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന പോലെ ഒരു മെറ്റീരിയൽ. 1890 ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ പീസസ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. നല്ല സാരീസാട്ടോ, കൊടുക്കാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സാരീസാണ്. അപ്പം ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേജ് കാണുന്നവർ ഒന്ന് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവർക്ക് നമ്മൾ ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓരോ മാസം 9 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മാസത്തെ ഗിഫ്റ്റ് ഇപ്പം ഫെബ്രുവരിയിൽ നമ്മൾ അനൗൺസ് ചെയ്യും ആർക്കൊക്കെയാണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം ആ 9 ഭാഗ്യശാലികൾ ആരൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എയിൻസ് ബൊട്ടീക്ക് എന്നാണ്. എയിൻസ് ബൊട്ടീക്കിലിടുന്ന എല്ലാ വീഡിയോസും അതിനകത്തിടുന്ന എല്ലാ പോസ്റ്റുകളും എങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ യൂട്യൂബ് എടുക്കുക, നമ്മുടെ ഫോണിൽ യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യൂട്യൂബിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കണ്ണാടിയുടെ ഷേപ്പിലുള്ള ഒരു സെർച്ച് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് എയിൻസ് എന്ന് അടിച്ചു കൊടുത്താൽ മതി. എയിൻസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ ഇവിടെ എയിൻസ് ബൊട്ടീക്ക് എന്ന് വരും. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്തു. എയിൻസ് ബൊട്ടീക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജസ്റ്റ് എയിൻസ് എന്നുള്ള എംബ്ലത്തിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് എന്ന് കിടപ്പുണ്ട്. ആ സബ്സ്ക്രൈബ്ഡ് എന്ന് കിടക്കുന്നതിൻ്റെ ഇവിടെ ഒരു ആരോ മാർക്കുണ്ട്. ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ വരും. ആ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ ഇനി അത് നമ്മൾ എങ്ങനെ എടുക്കണം, എങ്ങനെയാണ് ഈ നോട്ടിഫിക്കേഷൻ എവിടെയാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഹോം പേജിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഹോം എന്നുള്ള ഇവിടെ ഒരു താഴെ കാണുന്ന ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിലൊരു ബെൽ ബട്ടൺ കാണും. ആ ബെൽ ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് എയിൻസ് ബൊട്ടീക്ക് അപ്ലോഡഡ് ചുരിദാർ മെറ്റീരിയൽസ്, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മളിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ എല്ലാ വീഡിയോസും നമുക്ക് കാണാനായിട്ട് പറ്റും. താങ്ക് യു. ഫസ്റ്റ് വരുന്നത് ഒരു ഫ്ലഷ് ടോൺ പിങ്ക്, ആ ഒരു പിങ്ക് ടോൺ. അതിൻ്റെ ബോർഡർ വരുമ്പോൾ ഒരു കോഫി ബ്രൗൺ ടോണിലാണ് അതിൻ്റെ ബോർഡർ കളർ വരുന്നത് അല്ലേ. നല്ല ഡാർക്ക് കോഫി ആ ഒരു ഷെയ്ഡ്. ഇതിൻ്റെ ബോഡിയിൽ ഇതേപോലെ ഒരു സെറിയുടെ ഒരു ത്രെഡിൻ്റെ വീവ് ഡിസൈൻ വന്നിട്ടുണ്ട്. അത് ബോർഡറിലും വന്നിട്ടുണ്ട്. പിന്നെ ഈ മെറ്റീരിയൽ ഇറ്റ്സെൽഫ് ചെറിയ കണ്ടോ ഇങ്ങനെ ഒരു ലൈൻസിൻ്റെ ഒരു പാറ്റേണും കൂടെ സെൽഫായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. ബോർഡറിലും ഇതേപോലെ ഈ സെയിം ഡിസൈൻ ഇങ്ങനെ ബോർഡറിലും വന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയലാട്ടോ, നല്ല ഉടുത്താലും നല്ല ഒതുങ്ങി കിടക്കും. അതായത് ഭയങ്കര ലൈറ്റ് വെയ്റ്റുമാണ്. ഇതൊക്കെ നമുക്ക് ഉടുത്താൽ ഒന്നും ചൂടെടുക്കുന്ന ടൈപ്പ് മെറ്റീരിയലും അല്ലോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണി വരുമ്പോൾ ആ ഒരു മുന്താണിയുടെ കണ്ടത് ഇവിടെയൊക്കെ നല്ലൊരു റിച്ച് ലുക്ക് തോന്നും. നല്ല ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും നല്ല സാരീസാട്ടോ. ഇവിടെ നമുക്ക് ആ ബ്രൗണും കണ്ടോ ഇങ്ങനെ ഒരു ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്ന ഒരു ലൈൻസും കൂടെയാണ് മുന്താണിയിലേക്ക് വരുമ്പോൾ വരുന്നത്. അപ്പോൾ ബ്ലൗസ് വരുമ്പോഴും അതേപോലെ തന്നെയാണ്. ആ ബ്രൗണും ഒരു ലൈറ്റ് ഒരു ഗ്രീൻ അങ്ങനെ ഭയങ്കര ഡാർക്ക് ഗ്രീൻ അല്ല കേട്ടോ, നല്ല ഭംഗിയുള്ളൊരു കളറ്. ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത്. എന്നിട്ട് ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിൽ ഇതേപോലെ ഈ ഒരു ബോർഡർ വരും. ബ്ലൗസിൻ്റെ സ്ലീവ് എൻഡിലും ഈ ഒരു ബോർഡർ വരും. അപ്പോൾ നല്ലൊരു റിച്ച് ലുക്ക് ഓവറോൾ ഈ സാരി കൊടുത്തു കഴിയുമ്പോൾ തോന്നുന്നു. ഒരു ഫങ്ഷൻ വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാനും നല്ല സാരീസാണ്. സിൽക്ക് സാരീസ് അങ്ങനെ പ്യുവർ സിൽക്കൊന്നും വേണ്ടാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ ഇത്. 1890. അടുത്തത് വരുന്നത് ഒരു പീകോക്ക് ബ്ലൂ ഷെയ്ഡ്. പീകോക്ക് ബ്ലൂ ഷെയ്ഡ് കോമ്പിനേഷനും എല്ലാം സെയിം ആട്ടോ. ജസ്റ്റ് കളറിലും ചെറിയ ഡിസൈനിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി ആട്ടോ. നല്ല ലൈറ്റ് വെയ്റ്റും ആണേ. നല്ല കളറുമാണ്, നല്ല രസമാണ്. പീകോക്ക് ബ്ലൂ കോഫി ഷെയ്ഡാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഇതാണ് മുന്താണി വരുന്നത്. ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസ് ഇങ്ങനെ വരും. ഞാൻ ആദ്യം കാണിച്ച അതേ പാറ്റേണിൽ തന്നെ. അടുത്തത് വരുന്നത് അതിൻ്റെ ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡ്. നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ. ഗോൾഡൻ യെല്ലോ കോഫി ഷെയ്ഡാണ് ബോർഡർ വന്നിരിക്കുന്നത്. 1890. ഇതാണ് മുന്താണി വന്നിരിക്കുന്നത്. ബ്ലൗസ് വരുമ്പോൾ ഇത് വരും. ബ്ലൗസ് 1890.
അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ചന്തേരി ഫീലാണ്. ചന്തേരി ഫീൽ അല്പം ഒരു അല്പം സിൽക്ക് കൂടെ ബ്ലെൻഡ് ചെയ്ത പോലത്തെ ഒരു മെറ്റീരിയലാട്ടോ. നല്ല ഭംഗിയാണ് ഇത് ഉടുത്താൽ. നല്ല മെറ്റീരിയലാണ്, ചൂടെടുക്കുന്ന മെറ്റീരിയലൊന്നുമല്ല. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക. പുതിയ പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ചിൽഡ്രൻ ബൈ, ടേക്ക് കെയർ.